ഹലോ എവരിബഡി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയലോഹി. ദ മാം ആൻഡ് മോമിലേക്ക് ഏവർക്കും സ്വാഗതം. ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവർക്കും ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ലഭിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു, ഷോർട്ട് വീഡിയോ ആണ്, കണ്ണൂരിൻ്റെ സ്വന്തം കാരയപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലരും അത് ചോദിച്ചു, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല, അതുപോലെ മെഷർമെൻറ്റും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇൻഗ്രീഡിയൻറ്റ് ഇപ്രാവശ്യം മാറ്റി പിടിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റവ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഉപയോഗിച്ചത്. ഇപ്രാവശ്യം സാദാ പച്ചരി ഒരു കപ്പാണ് എടുത്തത്. അത് പൊടിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വറക്കണ്ട, അതിനുവേണ്ടി 6 അണി വെല്ലം ഉരുക്കാൻ വെച്ചു. എന്നിട്ട് ഉരുക്കിയിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ഇതുവരെ പൊടിച്ച പൊടി, അത് 1 കപ്പ് പൊടിച്ച 3 കപ്പ് പൊടിയോളം ഉണ്ട്. അതിനെന്താ വെച്ചാൽ അര കപ്പ് മൈദ, അരക്കപ്പോളം ഉണ്ട് മൈദ ചേർത്തു. എന്നിട്ട് അതിനകത്ത് ഓരോ ഇൻഗ്രീഡിയൻ്റ് ചേർത്തു. കാർഡമം പൗഡർ പൊടിച്ച് ചേർത്തു. അപ്പക്കാരം ഒരു 1/4 ടീസ്പൂണാണ്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ്. ഉപ്പ് കുറച്ച് അതിൻ്റെ പാകത്തിന് ചേർക്കുക. ഇനി വീട്ടിൽ എള്ളുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, ആ എള്ളൂടെ ചേർക്കണം, ശരീരത്തിന് നല്ലതാണല്ലോ. എള്ളൂടെ ചേർത്ത് വെച്ചു. ഇനി നമുക്ക് ഞാൻ തണുത്താണ് ഉപയോഗിച്ചത്, വെല്ലം ഉരുക്കി വെച്ചത് പതുക്കെ അരിച്ചിട്ട് വേണം ഈ പൊടിയിലേക്ക് ഒഴിക്കാൻ വേണ്ടി. എന്നിട്ടത് കുറച്ച് അടിയിലെ മണ്ണൊന്നും വരാതെ, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഇതുവരെ ബ്രൗൺ നിറമാകുന്ന വരെ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്ത് അതും അതിനകത്തോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുമ്പം അത് വെള്ളമായി പോകരുത്. ഈ നമ്മൾ ഇഡ്ഡലിയുടെ ഒക്കെ ബാറ്റർ എടുക്കുമ്പോൾ ഇങ്ങനെ തവിയിൽ പൊന്തിക്കുമ്പോൾ മുറിഞ്ഞല്ലേ വീഴുന്നത്, അതേ പാകമാണ് വേണ്ടത്. ഇതൊരു 8 മണിക്കൂറെങ്കിലും ഇരിക്കണം. കാരണം 11 മണിക്ക് വെച്ചു, പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോൾ അതിൻ്റെ മേലൊരു കത്തിയൊക്കെ വെച്ചിട്ടാണ് പണ്ടുള്ളവരൊക്കെ വെക്കുന്നതാണ്. എന്താണാവോ അതിൻ്റെ പിമ്പിലുള്ള സയൻസ് എന്ന് എനിക്കറിയില്ല, ഞാനും അങ്ങനെ ചെയ്തു. ആ ബാറ്റർ എടുത്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്, ആ നെയ്യുടെയും വെല്ലത്തിൻ്റെയും എല്ലാം കൂടെ. ഏതായാലും അപ്പക്കാരം വെച്ചു. അത് നല്ലപോലെ ചൂടാവുമ്പം കുറച്ച് വെളിച്ചെണ്ണ, ഞാൻ എടുത്തുവന്ന വെളിച്ചെണ്ണ കുറച്ച് നെയ്യും അതിനകത്ത് ഒഴിച്ചു. എന്നിട്ട് ചൂടായപ്പം ഈ കാരക്കുഴിയിൽ പകുതി വീതം മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് പൊന്തി വന്നിട്ട് ഷേപ്പ്ലെസ്സൊക്കെ ആയിപ്പോവും, ഈ 2 അപ്പം പോലൊക്കെ ഇരിക്കും. അതിൽ നല്ല ഭംഗിയിൽ ഇരിക്കാൻ വേണ്ടി കുറച്ച് ഒഴിക്കും. എന്നിട്ട് സിമ്മിൽ വേണം വെക്കാൻ, വേഗം തന്നെ അതായി. കണ്ടില്ലേ, നല്ല ഭംഗിയോടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ കുറേ എല്ലാം ചുട്ടെടുത്തു. അപ്പോൾ ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോകാമെന്ന് ചോദിച്ചാൽ രാവിലെ ചുട്ടത്, കുറേ ആയി പോയിട്ട്. അവിടെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും വീട്ടിൽ പോകുമ്പോൾ ഒരിക്കലും കയ്യും വീശി പോകാൻ പാടില്ല, കയ്യിൽ എന്തെങ്കിലും ഒന്നുണ്ടാവണം. പക്ഷേ അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമായി. ഞാൻ രാത്രി വന്നിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക.